ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മുൻപ് ചെറിയൊരു സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഞാനിതിൽ ഉൾപ്പെടുത്താനുള്ള മെയിൻ കാരണം, ഞാൻ ആദ്യം വീഡിയോയിൽ ഇതിൻ്റെ കാര്യം പറയാം. ഒന്നുകൂടി ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, കുറേ ഡൗട്ടുകൾ ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. കാരണം കോയിൻ ഫോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അഫിലിയേഷൻ സിസ്റ്റം അതിൻ്റെ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഡെയിലി എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്ന പ്രോഗ്രാമുകളുണ്ടോ? നമ്മളൊരു ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അതല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെയാണ് ഏറ്റവും വലിയ രസം. അറേഞ്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നവർ വരെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സെക്യൂറാണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ ആ ഒരു മേഖലയിൽ എത്രത്തോളം ബാങ്കിങ് സിസ്റ്റത്തിൽ പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം സെക്യൂർഡ് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കത്തിലുള്ള ആ സ്ക്രീൻ റെക്കോർഡിംഗ് ആ ഒരു സെഷൻ അതിൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുള്ളത്. അതായത് ഗവൺമെൻറ് പോലും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പോലും ഒരു ഇൻഷുറൻസ് കവറേജ് മാത്രമാണ് നമ്മളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക്, അതായത് ഓരോ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പോലും തന്നിട്ടുള്ളത്. നമുക്കവിടെ വാദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം, അങ്ങനെ ഒരു ഫെയിലിയർ ബാങ്കിന് സംഭവിക്കില്ല, പല ബാങ്കുകളും മെർജ് ചെയ്തു പോകും, ഗവൺമെൻറ് ഉണ്ട്, RBI ഉണ്ട്, ഇതൊക്കെ ഓക്കെയാണ്. ഇതല്ല എന്നല്ല, ഞാനൊരു ബാങ്കിങ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. പക്ഷേ ഗവൺമെൻറ് പോലും, അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് പോലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഒരു വരാൻ സാധ്യതയുള്ള ഒരു റിസ്ക് മുൻകൂട്ടി കണ്ടിട്ടാണ് അത്തരത്തിലുള്ളൊരു ഇൻഷുറൻസ് കവറേജിലേക്ക് ആ ഒരു ബാങ്കിങ് മേഖലയെ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അതായത് നമ്മളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി നമുക്ക് തരുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് അവിടെ മേക്ക് ചെയ്യണം, എന്നാലാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ളൊരു റേറ്റാണ്. ഇപ്പോൾ ഒരു ഇയർലി 7% ആണ് മാക്സിമം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് പോലും റിസ്ക് ആണ് എന്നുള്ളത് എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കാം ബാങ്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സെക്ടറെല്ലാം അത്തരത്തിലുള്ളൊരു ആ ഒരു റിസ്ക് അവർ കൂടി മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ് ആ ഒരു ഉത്തരത്തിൽ നമുക്ക് ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിലൊക്കെ ചോദിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ബാങ്ക് പോലും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് മുകളിലൊരു റിസ്ക് മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ്. അപ്പോൾ നമുക്കറിയാം, ഡെയിലി 1%, 0.5% ഒക്കെ റിട്ടേൺസ് ഓഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രൊജക്റ്റുകളും എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അതായത് റിസ്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കളയാൻ മാത്രം, നഷ്ടപ്പെട്ടു പോയാൽ അത് പോട്ടെ എന്ന് വെക്കാൻ മാത്രം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രം ആവശ്യമായ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് കയ്യിലുള്ളവർക്ക് ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ പലരോടും തമാശയായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്ക് നഷ്ടപ്പെടുത്താനാണെങ്കിൽ അല്ലെങ്കിൽ കളയാനാണെങ്കിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷെ നമുക്ക് നേടാനാണെങ്കിൽ, അതും ഞാൻ പറഞ്ഞു, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇല്ലാതെ നമുക്ക് സ്വയം നമ്മുടെ സ്വന്തം ബിസിനസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കോയിൻ ഫോർജ്. സോ വീണ്ടും ഞാൻ എടുത്തു പറയുന്നതാണ്, എൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും റിസ്ക് ആണ്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഉള്ളവർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, പലരും ഡെയിലി എന്തെങ്കിലും റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്ത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഹെവി റിസ്ക് ആണ്. ഫണ്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്ക്, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അതിൻ്റെ ഡബിൾ റിസ്ക്കാണ്. നമുക്കിത് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടിയാലും റിട്ടേൺ വന്നാലും ഇല്ലെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത ഫണ്ട് അതിന്
എവിടെ നിന്നാണോ നമ്മൾ ആ ഒരു ഫണ്ട് അറേഞ്ച് ചെയ്തത് അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ പണയം പോലും വെച്ചിട്ടുണ്ടായിരിക്കും, പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സെക്യൂരിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സോ ഞാൻ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നു കോയിൻ ഫോർജിലേക്ക്. നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം റിസ്ക് ഫ്രീ ആയിട്ട് നമ്മളുടെ എഫേർട്ട്, അതായത് നമുക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ എഫേർട്ട് കോയിൻ ഫോർജ് എന്ന പ്രൊജക്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നൊരു ഓവർനൈറ്റ് സക്സസ് അല്ല കോയിൻ ഫോർജിൽ വരുന്നത്, പക്ഷേ ഒരു നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ എഫേർട്ടിലുള്ള കൺസിസ്റ്റൻസി കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ടൈം സക്സസ് ഉറപ്പാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.